അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പേപ്പർ ഹാഫ് ഇയർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. ദുറൂസുൽ ഇസ്ലാം 2 പേപ്പറുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യത്തെ പേപ്പറിൽ ഫസ്റ്റ് പാർട്ടിലെ 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ, രണ്ടാമത്തെ പേപ്പറിൽ 10 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ പോയിട്ട് കാണുക. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പർ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റുകളുടെ തദ്രീബാത്ത് വർക്കുകൾ വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് അതാത് സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് പോയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം ഇത് 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കൂ, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഇബിലീസ് ശപിക്കപ്പെട്ടവനാകാൻ കാരണം. ഓപ്ഷൻസ് നോക്കൂ: അഹങ്കാരം, അസൂയ, അറിവില്ലായ്മ. ശരിയുത്തരം അഹങ്കാരം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാർ സൗറിൽ താമസിച്ചു. ഓപ്ഷൻസ് നോക്കൂ: 2 ദിവസം, 3 ദിവസം, 5 ദിവസം. ശരിയുത്തരം 3 ദിവസം. 3. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. ഓപ്ഷൻസ്: ഉമർ റളിയല്ലാഹു അൻഹു, സുറാഖത്ത് ബിൻ മാലിക്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4. ഒന്നാം അഖബയിൽ പങ്കെടുത്തവരുടെ എണ്ണം. ഓപ്ഷൻസ്: 6, 12, 75. ശരിയുത്തരം 12. 5. അലിയാഫുൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ് നോക്കൂ: കൂട്ടുകാരൻ, അതിഥികൾ, വ്യക്തി. ശരിയുത്തരം അതിഥികൾ. 6. ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വാഹനം. അതായത് ഇസ്രാ മിറാജ് ഉണ്ടല്ലോ അതില്. ഓപ്ഷൻസ് നോക്കൂ: കാറ്റ്, ഒട്ടകം, ബുറാക്ക്. ശരിയുത്തരം ബുറാക്ക്. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. യൂനുസ് നബി അലൈഹിസലാമിന്റെ നാട്. 8. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം. 9. സക്കീഫ് ഗോത്രക്കാരുടെ നാട്. 10. മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം. 11. ജംറത്തുൽ അഖബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇനി പുറത്തു നോക്കൂ: എ. ത്വായിഫ്, ബി. ഫലസ്തീൻ, സി. മിന, ഡി. നഹ്ല, ഇ. നീനവ. ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ ആണ് നിങ്ങൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ: 7. യൂനുസ് നബി അലൈഹിസലാമിന്റെ നാട്. അതിന് ശരിയായത് ഇ. നീനവ. 8. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം. അതിന് ശരിയായത് ഡി. നഹ്ല. 9. സക്കീഫ് ഗോത്രക്കാരുടെ നാട്. അതിന് ശരിയായത് എ. ത്വായിഫ്. 10. മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം. അതിന് ശരിയായത് ബി. ഫലസ്തീൻ. 11. ജംറത്തുൽ അഖബ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതിന് ശരിയായത് സി. മിന. ഇ, ഡി, എ, ബി, സി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 12. നുബൂവത്തിന്റെ ഡേഷ് വർഷം രജബ് 27 രാവിലായിരുന്നു ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 11. നുബൂവത്തിന്റെ 11 വർഷം രജബ് 27 രാവിലായിരുന്നു ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. 13. സയ്യിദന്മാരെല്ലാം ഡേഷയുടെ സന്താന പരമ്പരയിൽ പെട്ടവരാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സയ്യിദന്മാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ പെട്ടവരാണ്. 14. നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡേഷ് ചിരിച്ചിട്ടേയില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് മീകായിൽ അലൈഹിസലാം. നരകത്തെ സൃഷ്ടിച്ച ശേഷം മീകായിൽ അലൈഹിസലാം ചിരിച്ചിട്ടേയില്ല. 15. വമാ ഖലഖ്തുൽ ജിന്ന ഡേഷ് ഇല്ലാ ലിയഅ്ബുദൂൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് വൽ ഇൻസ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. 16. കിനാനത്തുൻ ഡേഷ് വ മുദിരിക്ക ഇലിയാസ് സുമ്മ മുളറുൻ കുൻ മുദിരിക്ക. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖുസൈമ. കിനാനത്തുൻ ഖുസൈമത്തുൻ വ മുദിരിക്ക ഇലിയാസ് സുമ്മ മുളറുൻ കുൻ മുദിരിക്ക. 17. ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് ഡേഷ് എന്ന മഹാനായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു.
ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് നുബൂവത്തിന്റെ എത്രാം വർഷത്തിലാണ്? ഉത്തരം 10ാം വർഷത്തിൽ. 19. മൂസ നബി അലൈഹിസലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ സമ്പന്നൻ ആര്? ഉത്തരം ഖാറൂൻ. 20. ഫത്തൂർ എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഉത്തരം പ്രാതൽ. 21. കം യോമ ദാമൽ മത്തർ? ഉത്തരം ദാമൽ മത്തർ ഉസ്ബുആ. 22. ഇസ്ലാമിക പ്രബോധനം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അയച്ചത് ആരെയായിരുന്നു? ഉത്തരം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. 23. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ച ആലോചനാ യോഗം ചേർന്നത് എവിടെ? ഉത്തരം ദാറുൻ നദ്വയിൽ. ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 24. ആരാണ് സ്വഹാബികൾ? ഉത്തരം ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരുമാണവർ. 25ാമത്തെ ചോദ്യം അഹങ്കാരത്തിന്റെ 2 അടയാളങ്ങൾ എഴുതുക. ഉത്തരം 1. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്യം. 2. ജനങ്ങളെ പരിഹസിക്കൽ. 26ാമത്തെ ചോദ്യം രജബ് ആരംഭിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നടത്തിയിരുന്ന ദുആ ഏത്? ഉത്തരം അല്ലാഹുവേ രജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണമേ. 27. അറബിയാക്കുക. വരൂ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോകാം. ഈ സെന്റൻസിന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഉത്തരം ഹയ്യ നദ്ഹബു ഇലൽ മത്ഗം. 28ാമത്തെ ചോദ്യം അന്ത്യനാളിൽ 4 ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയേണ്ടി വരും. അവ ഏവ? ഉത്തരം സമയം എന്തിന് ചെലവഴിച്ചു, അറിവ് കൊണ്ട് എന്തു ചെയ്തു, ധനം എങ്ങനെ സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു തുടങ്ങിയവയാണവ. 29ാമത്തെ ചോദ്യം ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 30ാമത്തെ ചോദ്യം മാദാ കാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ ബഅദ തആം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും എന്താണ് പറഞ്ഞത്? ഇവിടെ ചോദ്യം നമുക്ക് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉത്തരവും അറബിയിൽ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. വല്ലദീ നഫ്സി ബിയദിഹി ലതസ്അലുന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ. അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 31ാമത്തെ ചോദ്യം നബി കുടുംബത്തെ ആദരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പീഡനാനുഭവം. അതിനെ കുറിച്ചിട്ട് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതണം. ആ പ്രവർത്തനം നോക്കൂ. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ കാലത്ത് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. യജമാനൻ ഉമയ്യത്തിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ഉമയ്യത്ത് സ്വഹാബി വര്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനമായി ഉപദ്രവിച്ചു. ഒരു ദിവസം അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നട്ടുച്ച നേരത്തെ മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി. വലിയ ഒരു പാറക്കല്ലെടുത്ത് നെഞ്ചിൽ കയറ്റിവെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോൾ ഉമയ്യത്ത് പറഞ്ഞു, നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നതുവരെ നീ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഹദ് അഹദ് അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്?
5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിലെ രണ്ടാമത്തത്, അതായത് 33-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിന്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു, ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു, വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു, സ്വഹാബികൾക്കൊപ്പം കഠിന ജോലികൾ ചെയ്തു, മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത്. അപ്പൊ അതുവരെയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.